ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് നോച്ച് മൂവീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 5 തമിഴ് സിനിമകളാണ്. ഈ 5 സിനിമകൾ നിങ്ങൾ തീർച്ചയായും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന 5 സിനിമകളും തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ല. എന്നാൽ പോലും പിന്നീട് ഇതൊരു നല്ല സിനിമയാണ് എന്ന് അംഗീകരിച്ച സിനിമകളാണിതെല്ലാം. നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള സിനിമ ആയതെഴുത്ത്. 2004 മണിരത്നത്തിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ആയതെഴുത്ത്. 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. സൂര്യ, മാധവൻ, സിദ്ധാർത്ഥ് ഇവര് 3 പേരുമാണ് ഇതിലെ പ്രധാന ക്യാരക്ടേഴ്സായി വന്നിട്ടുള്ളത്. പൊളിറ്റിക്സ്, സൊസൈറ്റി, റൗഡിസം, ഹ്യൂമാനിറ്റി, ലവ് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ആയതെഴുത്ത്. ഈ സിനിമ കാണുമ്പോൾ ക്യാരക്ടേഴ്സിന്റെ ഡ്രസ്സിന്റെ കളർ ശ്രദ്ധിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റും ആ ക്യാരക്ടർ ഏത് ഷെയ്ഡിലുള്ളവയാണെന്ന്. തീർച്ചയായും മണിരത്നത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് ആയതെഴുത്ത്. 4ാം സ്ഥാനത്തുള്ള സിനിമ 1000-1 சோழன் அங்கே போகும்போது சும்மா போகல, 7 ஆபத்துகளும் உண்டாக்கிட்டு போயிருக்காங்க. 2010 പുറത്തിറങ്ങിയ ഒരു അഡ്വഞ്ചർ ഫാന്റസി മൂവിയാണ് 1001. സെൽവരാഘവനാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. സോളദേശം കണ്ടെത്താൻ ഒരു ഗ്രൂപ്പ് പുറപ്പെടുന്നതും പിന്നീട് അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് 1001 എന്ന സിനിമ. സ്റ്റോറി വൈസിലായാലും ആക്ടിംഗ് വൈസിലായാലും ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാന്റസി മൂവിയാണ് 1001. ഈ സിനിമയും തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. അക്കാലത്ത് ഒരുപാട് പേർക്ക് ഈ സിനിമ മനസ്സിലായില്ല എന്ന് വേണം പറയാൻ. ഈ സിനിമ വിജയിക്കാതെ പോയതിന്റെ മറ്റൊരു കാരണം സിനിമയുടെ ലെങ്ത് ആണ്. 3.5 മണിക്കൂറിൽ കൂടുതൽ ലെങ്ത് ഉള്ള ഒരു സിനിമയാണിത്. മാത്രമല്ല ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് ഹാഫ്. ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉൾക്കൊള്ളാനും അന്ന് പലർക്കും സാധിച്ചിരുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാവാം ഈ സിനിമ വിജയിക്കാതെ പോയത്. എങ്കിലും എന്റെ അഭിപ്രായത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് 1001. നമ്മുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ള സിനിമ ആരണ്യകാണ്ഡം. 2010 ത്യാഗരാജൻ കുമാരരാജയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ആരണ്യകാണ്ഡം. എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഇറങ്ങിയ ടൈമിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും ഇപ്പോൾ ഒരു കൾട്ട് മൂവിയായി കണക്കാക്കപ്പെടുന്ന സിനിമയാണ് ആരണ്യകാണ്ഡം. സിംഗപ്പെരുമാൾ, സപ്പ, ഗജേന്ദ്രൻ, ഗജപതി ഇങ്ങനെ കുറെ അധികം ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് ഈ സിനിമയുടെ കഥ സഞ്ചരിക്കുന്നത്. ക്യാരക്ടേഴ്സിന്റെ പേരിലൂടെ തന്നെ അവരുടെ സ്വഭാവം കൂടി കാട്ടിത്തരുന്ന ഒരു സിനിമയാണിത്. ഒരു വ്യത്യസ്തമായ തമിഴ് സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായും കാണുക. പൾപ്പ് ഫിക്ഷൻ പോലെയുള്ള സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ആരണ്യകാണ്ഡം തീർച്ചയായും ഇഷ്ടപ്പെടും. അടുത്തതായി പരിചയപ്പെടുത്തുന്ന സിനിമ പുതുപ്പേട്ടൈ. ഉയിരോടെ വിട്ടാ നമുക്ക് ഏതാவது പ്രയോജനം இருக்குது? நீங்க என்ன உயிரோட விட்டா நான் உங்களை உயிரோட விடுறேன். 2006 സെൽവരാഘവന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ സിനിമയാണ് പുതുപ്പേട്ടൈ. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. കുമാർ എന്നൊരു സാധാരണ വ്യക്തി കൊക്കികുമാറായി എങ്ങനെ മാറി ഈ സ്ട്രോങ് ക്യാരക്ടറിലേക്കുള്ള മാറ്റം കൂടി കാട്ടിത്തരുന്ന സിനിമയാണ് പുതുപ്പേട്ടൈ. സെൽവരാഘവന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് മൂവിയാണ് പുതുപ്പേട്ടൈ. ധനുഷിന്റെ പെർഫോമൻസ് നോക്കിയാൽ ഈ സിനിമയിൽ വേറെ ലെവലാണ്. പെർഫോമൻസിലായാലും മ്യൂസിക്കിലായാലും സിനിമോട്ടോഗ്രാഫിയുടെ കാര്യത്തിലായാലും സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിലായാലും എല്ലാം ഈ സിനിമയിൽ ബെസ്റ്റ് ആയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യനെ തന്റെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറ്റുന്നത് എന്ന് സ്ട്രോങ് ആയി പറയുന്ന ഒരു സിനിമയാണ് പുതുപ്പേട്ടൈ. ഒരു വ്യത്യസ്തമായ ഗാങ്സ്റ്റർ മൂവി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ തീർച്ചയായും കാണണം. നമ്മുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ള സിനിമ അൻപേ ശിവം. செய்யற தப்ப எல்லாம் பண்ணிவிட்டு உண்டியல்ல காசை போட்டுருவீங்க. உங்க பாவத்தை எல்லாம் மன்னிச்சு கடவுள் காப்பாத்துவார் இல்ல? அப்படி காப்பாத்துற கடவுளே இல்ல, கூலி. ஏன்னா அவரும் காசு வாங்கிட்டு தானே வேலை செய்யறாரு. 2003 സുന്ദർ സിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ സിനിമയാണ് അൻപേ ശിവം. ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്ത സിനിമയാണിത്. അൻപരസ്, നല്ല ശിവം എന്നിങ്ങനെ 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിന്റെ ട്രാവലാണ് ഈ സിനിമ. ഈ സിനിമയുടെ ഡയലോഗ്സ് ആണ് ഈ സിനിമയുടെ സ്ട്രോങ് പോയിന്റ്. കമൽഹാസൻ പറയുന്ന ഓരോ ഡയലോഗ്സും വേറെ ലെവലാണെന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ഹ്യൂമാനിറ്റി, ലവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിളായി പറഞ്ഞു പോകുന്ന സിനിമയാണ് അൻപേ ശിവം. ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സിനിമ കാണണം. അത്രയും നല്ലൊരു സിനിമയാണ് അൻപേ ശിവം. ഞാൻ ഇന്നിവിടെ പറഞ്ഞ 5 സിനിമകളും എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമകളാണ്. ഇതിൽ ഏത് സിനിമ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.